വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നവരാത്രി സീരീസിലെ 3rd വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്ത വീഡിയോ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ഇന്ന് രാവിലെയാണ് അപ്ലോഡ് ആയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ രാവിലെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ പണിവാളി. അപ്പോൾ അതെന്താ ഡീറ്റെയിൽസ് ഞാൻ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ കളറ് ഗ്രേ ആണ്. അപ്പോൾ ഗ്രേ ഒരു കംപ്ലീറ്റ് ഗ്രേ കളർ എൻ്റെ അടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രേ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാരി എടുക്കാം എന്നുള്ള പ്ലാനാണ്. ഞാൻ ഗ്രേ കുറേ നോക്കി, ആരോ ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ ആരോ കൊണ്ടുപോയതാണ് എൻ്റെ ഒരു ഗ്രേ സാരി. അപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ഇതൊരു സെമി ജൂട്ട് സിൽക്ക് വരുന്നൊരു ജൂട്ട് എന്ന് പറയാൻ പറ്റില്ല, ഓക്കെ, ഒരു സിൽവർ ബേസിൽ വരുന്നൊരു സാരിയാണ്. അപ്പോൾ അത് ചുറ്റാം. അപ്പോൾ ഞാൻ സാരി എടുത്തിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സാരി എടുത്തു. ഇതെന്ത് ഗ്രേ എന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഈ സാരിയിൽ ഫുൾ ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, ഒരു സിൽവർ സെരിയിൽ വരുന്ന വർക്കാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ഗ്രേ എന്ന് പറയാൻ ഇന്ന് ഈ സാരി മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷേ ഇത് വീഡിയോയിൽ എങ്ങനെ കാണുന്നത് അല്ലെങ്കിൽ ഫോട്ടോയിൽ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. ഇത് കാണുമ്പോൾ ഒരു ഓണിയൻ പിങ്ക്, ചെറിയൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡും ബാക്കി ഫുൾ സിൽവർ ഗ്രേ ലുക്കാണ്. ചിലപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാവും എടുത്ത് കാണുന്നുണ്ടാവുക. ഇത് ഞാൻ പോത്തീസിന് മേടിച്ച സാരിയാണ് കേട്ടോ. പോത്തീസിൽ ഇപ്പോൾ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് പോത്തീസിൽ ആഡി സെയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ഓഫറിൽ കുറേ സാരികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് സാരികൾ ഒരു 4-5 നമ്മൾ കല്യാണം പ്രമാണിച്ചിടുന്ന ഡ്രസ്സുകളൊക്കെ എടുക്കില്ലോ, അങ്ങനെ അതിലെടുത്തൊരു സാരി ആയിരുന്നു. ഒരു ബിലോ 1000 റുപ്പീസ് അത്രേ ഉണ്ടാവുള്ളൂ, 1000-ന് താഴെ, ഒരു 800-850 ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 900 സംതിങ് അങ്ങനെയാണ്. ഞാൻ ടാഗ് ഇപ്പതേ ടാഗ് എടുത്തിട്ടുള്ളൂ. ഇതിൽ പ്രൈസ് നോക്കിയേ 1295 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതിന് 30% ADSLൻ്റെ ഓഫറും ഉണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഞാൻ ഇപ്പം എടുത്തിട്ടിട്ടേ ഉള്ളൂ കേട്ടോ അത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഗ്രേ ലുക്ക് കേട്ടോ, ഗ്രേ കളർ തീമിലുള്ള ലുക്ക്. കാരണം ഇത് എൻ്റെ അടുത്തുള്ളൂ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോ പോലെ ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ഞാൻ ഇന്നലെ യൂസ് ചെയ്ത അതേ പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് സെറ്റാഫലിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ ഇന്ന് ആക്ച്വലി പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഒരു മരണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോകേണ്ടി വന്നു. ഇന്ന് വിശാഖിന് ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട ദിവസം ഇപ്പം ഞാൻ കൂടെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. ഒരു മരണം ഉണ്ടായിരുന്ന കാരണം ഞാനും വിശാഖിൻ്റെ അമ്മയും കൂടി അങ്ങോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ബാലൻസ് കണ്ണിലുണ്ടാവും. ഞാൻ മരിച്ച വീട്ടിൽ പോയി വന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ എന്നാലും പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനിതേ നമ്മുടെ പ്ലമ്മിൻ്റെ നമ്മുടെ എന്നും യൂസ് ചെയ്യുന്ന ആ ലിപ് ബാം ഇതേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുളിച്ചിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. ഞാനിത് ഈവനിങ്, അതായത് വൈകിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇന്ന് തന്നെ അപ്ലോഡും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നിട്ട് മരിച്ച വീട്ടിൽ പോയി വന്നിട്ട് കുളിച്ചു. അപ്പോൾ അതുകൊണ്ട് മുടി ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മുടി കുറച്ച് നേരം പരത്തിയിടുന്നുണ്ട് കേട്ടോ. മുടി വരത്തിയിട്ടിട്ടില്ലെങ്കിൽ ഉണങ്ങില്ല. മുടി നല്ലപോലെ സ്റ്റൈൽ ചെയ്ത് എനിക്ക് മുടി കെട്ടണം പറ്റില്ല. ഇന്ന് ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റൈലായിട്ട് മുടി കെട്ടണം എന്ന് വിചാരിച്ചതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ പോലെ ഒരുപാട് പണികളൊന്നുമില്ല. നമ്മളൊരു സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു ബ്ലഷും പിന്നെ കണ്ണിൽ ചെറിയൊരു പരിപാടി, അത്ര തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഇന്ന് നല്ല ഹെവി ഗോർജിയസ് ആയിട്ടൊന്നും ആർക്കും മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രോക്ക് ക്രീം, അതായത് പ്ലമ്മിൻ്റെ സ്ട്രോക്ക് ക്രീമാണ്. ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നു കേട്ടോ. അതായത് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് ഈ എല്ലാം കൂടി മേക്കപ്പ് ബോക്സിൽ ഇടുമ്പോൾ ഉണ്ടാകുന്ന പൊടി കേട്ടോ, അല്ലാതെ പുറത്തിട്ടിട്ടുള്ള പൊടിയൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മുടി പരത്തിയിട്ടിട്ട് മേക്കപ്പ് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. കാരണം എനിക്കൊരു അൺകംഫർട്ടബിളും ആണ്, അതുപോലെ തന്നെ മുടി ഇങ്ങനെ മുഖത്തേക്ക് വന്നിട്ടേ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് അതൊരു തടസ്സമാണ്. അതുകൊണ്ട് വലിയ താല്പര്യമില്ല. പക്ഷെ ഇന്ന് വേറൊരു നിർവാഹമില്ല, ഐ മീൻ നിവർത്തിയില്ല. മുടി ഉണങ്ങിയിട്ടില്ല. അപ്പോൾ മുടി ഉണങ്ങാതെ എനിക്ക് സ്റ്റൈൽ ചെയ്യാനും അല്ലെങ്കിൽ മുടി കെട്ടാനൊന്നും പറ്റില്ല. ആകെ ഒരു ഡിസ്കംഫേർട്ട് എന്ന് പറയണത് അൺകംഫേർട്ടായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ഞാൻ നനഞ്ഞ മുടിയിൽ മുടി ചീകുമ്പോഴും കെട്ടുമ്പോഴൊക്കെ എനിക്ക് നന്നായിട്ട് മുടി ജട പിടിക്കും. അപ്പം അത് എനിക്ക് ചെയ്യാനും മടിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുടി പരത്തിയിട്ടുള്ളത്. പിന്നെ കിടക്കുന്നേക്കാൾ മുന്നേ മുടി ഉണങ്ങിയിട്ടില്ലെങ്കിൽ വീണ്ടും എൻ്റെ മുടി കെട്ടാവും. അപ്പം അതുകൊണ്ട് ഇത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ വലിയ പണി കിട്ടും. അതുകൊണ്ടാട്ടോ ഞാൻ മുടി പരത്തിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മുടി മുഴുവൻ ഇങ്ങനെ മുഖത്തേക്കും അല്ലെങ്കിൽ അങ്ങനെ കിടക്കുമ്പോൾ, കാരണം വൃത്തിയിലല്ലല്ലോ മുടി, നമ്മൾ ചീകൊന്നും ചെയ്യാതെ അങ്ങനെ ഇട്ടിരിക്കല്ലേ. ഓക്കെ, അപ്പം ഞാനിത് സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമുക്കൊന്ന് ജിൽജിൽ പറഞ്ഞ് തിളങ്ങുമല്ലോ. ഓക്കെ കേട്ടോ. അപ്പം ഞാനത് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഉപയോഗിച്ച പ്രൊഡക്റ്റ് തന്നെ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ പ്രൊഡക്റ്റ് മാറ്റിയൊന്നും ഉപയോഗിക്കില്ല. ബിക്കോസ് എന്തിനാ നമ്മൾ ഇത്രയും പൈസ വെറുതെ കളയുന്നതെന്ന് ഓർത്തിട്ടാട്ടോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റുകയില്ല. പ്രൊഡക്റ്റ് ഒന്നും മാറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എനിക്ക് അലർജിക്ക് ഇല്ലാത്ത പ്രൊഡക്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ അത് ഇങ്ങനെ വാങ്ങി ടെസ്റ്റ് ചെയ്ത് എനിക്ക് അലർജി അല്ല എന്നിങ്ങനെ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കാത്തത്. ഈ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കണം. 2-3 സിറ്റിംഗ് കൂടിയും കഴിയട്ടെ ഡോക്ടറെ അടുത്ത് പോയിട്ട്. നമുക്കങ്ങനെ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി. അപ്പോൾ അതൊക്കെ ഇനി വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു കണ്ടീഷനിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ഡോക്ടറോട് ചോദിച്ചു നോക്കണം. പിന്നെ നമ്മൾ ആരെയും വെച്ച് റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ. 10-25 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എങ്ങാനും തട്ടിപ്പോയാൽ പാവം എൻ്റെ വീട്ടുകാരും ഇവിടുത്തെ വീട്ടുകാരൊക്കെ കുടുങ്ങി പോവും. ഓക്കെ, അപ്പം ഞാനിതേ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു. എനിക്ക് ടീച്ചർ ആവാനായിരുന്നു കേട്ടോ ഇഷ്ടം. ഇപ്പം എനിക്ക് പഠിപ്പിക്കാൻ തന്നെയാണ് ആഗ്രഹം. നമ്മൾ കുഞ്ഞ് സൈഡ് ബിസിനസ് അങ്ങനെ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം പഠിപ്പിക്കാൻ തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുനടക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പം മുതൽ അതുകൊണ്ടാണ് ഈ സാരിയിലേക്കുള്ള ഇഷ്ടം ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ കോളേജിലൊക്കെ വരുന്ന ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യും. എന്ത് ഭംഗിയല്ലേ അവരുടെ സ്റ്റൈലും, അതുപോലെ തന്നെ സാരി കൊടുക്കുന്ന, കാരണം എന്നും ഉടുത്തൊടുത്ത് അവർക്കത് ശീലമായിട്ടുണ്ടാവും. അപ്പം അതെനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടും. നമുക്ക് കോളേജിലൊക്കെ എങ്ങനെ പോവാം, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനൊക്കെ എങ്ങനെ പോവാം. നല്ലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴും കോളേജിലെ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ടീച്ചേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ എന്നും സാരി ഉടുക്കുന്ന, കാരണം ഓണത്തിന് മാത്രമേ അവർ അങ്ങനെ അണിഞ്ഞൊരുങ്ങി വരുള്ളൂ. ബാക്കി എല്ലാ ദിവസവും അവർ നോർമൽ, ഇപ്പോൾ നല്ല കുറച്ച് ഫംഗ്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു സാരിയിൽ കുറച്ചും കൂടി നല്ല വളയും മാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെയല്ലേ വരിക. അപ്പോൾ അങ്ങനത്തെ ലുക്ക് പിടിക്കാൻ നിങ്ങളൊരു പ്ലാനാണ് ഇന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മുടി നനയ്ക്കേണ്ടി വന്നു. എന്താവും എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഞാനത് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രൊഡക്റ്റ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നില്ല, കാരണം എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഏതോ 2-3 ഷോർട്സിനെയും താഴെ തടി ഒന്ന് കുറച്ചുവിട്, എന്ത് തടിയാ, എന്ത് കണ്ണ എന്നൊക്കെ പറഞ്ഞ് ആരോ ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാനിതിങ്ങനെ വെറുതെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണ്ടല്ലോ നോക്കിട്ട് ഞാൻ റിപ്ലൈയും കൊടുക്കാറില്ല. ഞാൻ അത് ഹൈഡ് ചെയ്ത് വെക്കുക ചെയ്യാറ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കെന്തായാലും അതിന് റിപ്ലൈ കൊടുത്ത സമയങ്ങളിൽ എൻ്റെ കയ്യിൽ സമയമില്ല. ഈ തടി, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തൊക്കെ നമ്മുടെ ഓരോ സാഹചര്യത്തിനനുസരിച്ചല്ലേ ഇരിക്കുക. അതെന്നപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ തടി ഇങ്ങനെ ചെത്തി കളയാനോ അല്ലെങ്കിൽ സ്വിച്ച് ഇട്ട ഫോൺ പോലെ തടി കുറയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ ഓരോ സാഹചര്യം പോലെ. ഇപ്പം ഞാനാണെങ്കിൽ ആശുപത്രിയിൽ കടന്ന് ഇഞ്ചക്ഷൻസും ഈവൻ സ്റ്റിറോയിഡ്സ് ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് കല്യാണം അടുപ്പിച്ച് വന്നപ്പോഴത്തേക്കും സ്റ്റിറോയിഡ്സ് ഇഞ്ചക്ഷൻസ് ആയിട്ട് എടുക്കുന്ന ഒരു ഘട്ടം കൂടി വന്നു. പക്ഷെ ഞാൻ ഭയങ്കര സിക്കായതുകൊണ്ട് തടി കുറഞ്ഞു കേട്ടോ. പക്ഷെ എന്നാലും ഈ നീർക്കെട്ടുണ്ടാവും ശരീരത്തിൽ. എൻ്റെ ഒരു അസുഖത്തിൻ്റെ ഭാഗമാണ് ഈ ആസ്മയും ബ്രോൺകിയൽ ആസ്മയൊക്കെ ഉള്ളവർക്കത് മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇത് എത്രത്തോളം കൺവേ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് എൻ്റെ തടി അല്ലാണ്ട് ഇങ്ങനെ കൂടി വരുന്നൊരു ഘട്ടം ഉണ്ടായത് കേട്ടോ. ഞാനാണെങ്കിൽ ഡിഗ്രി വരെ അണ്ടർ വെയ്റ്റ് ആയിരുന്നു, വളരെ സ്കെൽട്ടൻ. എനിക്ക് എൻ്റെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ എന്ത് കോലാണ്. ഞാൻ ഏതെങ്കിലും എൻ്റെ അടുത്തൊരു വല്ല ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ മേലെയോ അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം.
ആ ഫോട്ടോസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുട്ടോ തടിച്ചത് നന്നായി. കാരണം എൻ്റെ ആ ഫേസ് എനിക്ക് ഒട്ടും ഇഷ്ടം. എനിക്ക് എൻ്റെ വട്ടം ഇങ്ങനെ നല്ല കൗളൊക്കെ ഇട്ട് നല്ല അങ്ങനെയല്ലേ, നല്ല ഭംഗിയില്ലേ. ഞാൻ സുന്ദരി, അതിൽ എനിക്കൊരു സംശയമില്ല. അത് ആരെന്ത് ഭംഗിയില്ല എന്ന് പറഞ്ഞാലും കറുത്തിട്ടാന്ന് പറഞ്ഞാലും തടിച്ചിട്ടാന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നാണ് എൻ്റെ ഒരു നമുക്കൊരു സ്വയം ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ. അത് ഞാൻ എന്നോട് തന്നെ മത്സരിച്ച് എന്നോട് തന്നെ സംഘടനം ചെയ്തിട്ട് അല്ലെങ്കിൽ എന്നോട് തന്നെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ നേടിയെടുത്തൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ആണത്. അത് ആരെന്ത് പറഞ്ഞ് കമൻറ്റ് ഇട്ടാലും അല്ലെങ്കിൽ ആരെൻ്റെ മുഖത്ത് നോക്കിയ കാര്യം പറഞ്ഞാലും അത് നിനക്കെന്താ എന്ന് ചോദിക്കും ഞാൻ. അപ്പം അതുകൊണ്ട് കമൻ്റ് ഇടുന്ന ആളുടെ കൺസേൺ ചിലപ്പോൾ മേ ബി നല്ല പോസിറ്റീവായിട്ടുള്ള കൺസേൺ ആയിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ആരോഗ്യത്തെയൊക്കെ പരിഗണിച്ചിട്ട് കുറച്ചുകൂടി തടി കുറച്ചുകൂടെ ഭാവിയിൽ അസുഖങ്ങളൊക്കെ കുറയും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അസുഖമൊക്കെ കുറയും. ഇപ്പോഴത്തെ അസുഖം ഞാൻ 85 കിലോ ഉണ്ടായിരുന്നു. ആ 85 കിലോ എന്ന് ഞാനിപ്പോൾ 73, 72 ഈ വെയിറ്റിലേക്ക് കുറഞ്ഞത് ഒരു വർക്കൗട്ടും ഒരു ഡയറ്റും ഒന്നും എടുത്തില്ല. ഡയറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഷുഗർ കട്ട് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഡയറ്റ് ഉണ്ടായിരുന്നത്. അത് എനിക്ക് പറ്റില്ല, അസുഖം കൊണ്ട് എനിക്ക് പറ്റാത്തൊരു കണ്ടീഷൻ വന്നപ്പോഴാണ്. പിന്നെ PCOD പ്രശ്നം. അപ്പോൾ ഷുഗർ കട്ട് ചെയ്തപ്പോൾ PCOD ഓക്കെ അതങ്ങ് പോയി. പക്ഷേ ഈ ആസ്മ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം ഡോക്ടർ അതും എപ്പോഴും പറയും, പെട്ടെന്ന് നീ തടി കുറയ്ക്കരുത്, കുറച്ചായിട്ട് കുറയ്ക്കണം. കാരണം ഇതെൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കും. നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ അല്ലല്ലോ തടിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ പതുക്കെ നമുക്ക് മെലിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ തടി എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരെയും സംബന്ധിച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സാമൂഹികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഓവറോൾ ഹെൽത്തിനെയും അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഈ തടിയിലേക്ക് ഒന്നും ശ്രദ്ധിക്കാനുള്ള നേരം കിട്ടുന്നുണ്ടാവില്ല. എനിക്ക് ഞാൻ പറയാലോ, ഞാൻ തടി കുറയ്ക്കുന്നൊരു ഘട്ടം വേണ്ടി വന്നു എന്ന സമയത്ത് ഞാൻ വളരെ ഫിസിക്കലി സിക്കാണ്. ആ സിക്കുള്ള സമയത്ത് ഞാൻ ഡയറ്റ് എടുത്ത് ജിമ്മിൽ പോയി അല്ലെങ്കിൽ വർക്കൗട്ട് ഇതിനൊന്നുള്ള എനിക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന ഷുഗർ കട്ട് ചെയ്യുക അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്യുക. ഇതിനും എനിക്ക് അന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം എന്നെക്കൊണ്ട് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവൻ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും തടി കുറയും. അതിൽ പ്രത്യേകിച്ച് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ എല്ലാവർക്കും അതിന് പറ്റണമെന്നില്ല. ഈ ഉപദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നവർക്കും ഇപ്പോൾ വായ കൊണ്ട് പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കുറവുകളുണ്ടാവും. ഇപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്ത സമയത്ത് എന്താണ് ചേട്ടത്തി സാബു പോലെ ഉണ്ടത്. ആക്ച്വലി ഫസ്റ്റ് എന്താ പറയുക കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ അത്ര പെട്ടെന്ന് അങ്ങോട്ട് കത്തിയില്ല കേട്ടോ. കാരണം സിനിമയിലോട്ടൊന്നും അത്ര എന്താ പറയുക അങ്ങനെ ആലോചിച്ചില്ല ഞാൻ. ചേട്ടത്തി സാബു നമുക്ക് താപ്പാൻ്റെ സിനിമയിലെ മമ്മൂട്ടിയും അതുപോലെ തന്നെ ആ സിനിമ നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് അതിലേക്ക് പോയില്ല. ഞാനിങ്ങനെ കുറേ ആലോചിച്ചു. അങ്ങനെ വിശാഖിൻ്റെ അടുത്ത് വന്നിട്ട് കമൻറ്റ് കണ്ടില്ലേ ചോദിച്ചു. അപ്പം കമൻറ്റ് കണ്ടോ? അപ്പോഴും ഞാൻ ഇത് ആലോചിക്കുന്നില്ല. അപ്പോൾ വിശാഖിനോട് പറഞ്ഞത് ചേട്ടത്തി സാബു നമ്മുടെ ആ സിനിമയത്തെ പോലെ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ ആളുകൾ എന്തൊക്കെയാണ് ഈ ആലോചിക്കുന്നത്. അവൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അങ്ങനെയാണ്. മെലിഞ്ഞ് എന്നാൽ നല്ല ചെസ്റ്റ് ഈ ഷോൾഡർ ഭയങ്കര വിരിപ്പുള്ള കൂട്ടത്തിൽ. അതുകൊണ്ട് എല്ലാ ഡ്രസ്സിലും അങ്ങനെ മെലിഞ്ഞ പോലെ തോന്നില്ല, വണ്ണുള്ള പോലെ തന്നെ തോന്നും. പിന്നെ അതുപോലെ മുഖത്തും ഈ പറയുമ്പോൾ തടിയില്ലാത്ത കാരണം കുറച്ചും കൂടി യങ്ങായിട്ട് തോന്നിക്കും. എന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് തടിയും അതുപോലെ തന്നെ ചബ്ബിനെസ്സൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി ഒരു പ്രായം തോന്നിക്കുക തന്നെ. പ്രായം തോന്നിക്കുക എന്ന് പറഞ്ഞു ചെറിയ കുട്ടിയാണല്ലോ, 10-25 വയസ്സായില്ലേ. ഞാൻ സംസാരിച്ചുകൊണ്ട് ഐഷാഡോടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക ആളുകൾ ഇങ്ങനെ അതായത് നമ്മളെക്കുറിച്ച് കൺസേൺ കൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്കത് അംഗീകരിക്കാം അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതല്ല ഈ ചേട്ടത്തി സാബു പോലെയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് 10 എഴുതിയ പോലെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്കും അറിയാം. ഫസ്റ്റ് ഞാൻ ആ കമൻറ്റ് അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ എനിക്കത് ഉള്ളിൽ കൊണ്ടു. ഓക്കെ എന്തിനപ്പോൾ അയാൾ അങ്ങനെ പറയേണ്ട കാര്യം? അയാൾക്ക് അയാളുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ കാര്യം ഷോർട്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡോ കൊടുത്തിട്ട് നമ്മളെ റിപ്പോർട്ട് ചെയ്ത് പൊക്കോട്ടെ, കുഴപ്പമില്ല. എന്തിനാ വെറുതെ ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് വെറുതെ വേണ്ടാത്ത അഭിപ്രായം പറഞ്ഞു? നിങ്ങൾക്ക് അഭിപ്രായം പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ, മോശം പറഞ്ഞോളൂ, ഒരു ഭംഗിയില്ല കാണാൻ. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു മാച്ച് ഇല്ല എന്നൊക്കെ പറയുന്നത് പോലെയല്ല. നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊമെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഈ വർത്താനം പറയണത്.
അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ അതിനെതിരെന്നല്ല, ആ പറഞ്ഞതിന് എനിക്ക് ഇഷ്ടമില്ലാതിട്ട് ഞാനത് ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഞാനും വിശാഖും ചിലപ്പോൾ നിൽക്കുമ്പോൾ വിശാഖ് കുറച്ച് മെലിഞ്ഞിട്ടാണ്, അപ്പോൾ എന്താ പറയുക, ഞാൻ കുറച്ച് തടിച്ചിട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ പറയുക, ഈ പറയുന്ന അതേ കാര്യം എനിക്കും ചിന്തിച്ചൂടെ? ഞാൻ വിശാഖം ചോദിക്കും, അതിനെക്കുറിച്ച് തടിച്ചിരുന്നെങ്കിൽ ഞാൻ കേൾക്കണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തടി എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധമില്ലാത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ തമ്മിൽ പരിചയം കുറച്ച് വർഷത്തെ പരിചയമുണ്ട്. അതുപോലെ തന്നെ പരസ്പരം ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളൊരു ആ ഒരു ലെവലിലൊക്കെ എത്തിയിട്ടും നമ്മൾ ഇന്നേ വരെ തടിയുടെ അല്ലെങ്കിൽ തടി ഒരു എന്താ പറയാ, ചില സമയത്തൊക്കെ വിശാഖം പറയും നീ തടി ശ്രദ്ധിക്കിട്ട എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഹെൽത്തിനെ കൺസേൺ ചെയ്തിട്ടാണ് പറയാറ്. ഞാൻ തിരിച്ച് എന്താ പറയാ, ഞാനാണ് കൂടുതൽ അങ്ങോട്ട് പറയും തടി കൂടിയില്ലേ. ഇന്നേ വരെ അങ്ങനെ ഒരു ഹേർട്ടിങ് സംസാരം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും കാണുന്നവർക്ക് ഇത് ഭയങ്കര എന്നോട് പറയാറുണ്ട്, ഈ വിശാഖം കൂടി ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ, ഈ വിശാഖം കൂടിക്കും നല്ല വ്യത്യാസം ഉണ്ടല്ലോ. വ്യത്യാസം ആയിക്കോട്ടെ, അതിനെന്താ നട്ടർക്കുള്ള പ്രശ്നമുണ്ടോ? അപ്പം അതുകൊണ്ട് തടി എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്ത്, ഒരു ജനറ്റിക് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഞാൻ വിശാഖം കൂടി പരിചയപ്പെട്ട കാലത്തുള്ള ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതും ഇവിടെ കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ കോലും. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ നാണക്കേടാവുള്ളൂ. ആ കോലും ഈ കോലും വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡും ഞാൻ വളരെ കോൺഫിഡൻറ്റും എൻ്റെ ഈ ലുക്കിലാണ്. അതിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, എൻ്റെ അച്ചീവ്മെൻറ്റ്സും ഒക്കെ ഞാൻ ഈ ബോഡി സ്ട്രക്ചറിൽ നിന്നിട്ടാണ്. പിന്നെ എന്താണ് നാട്ടുകാർക്ക് പ്രശ്നമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. വിട്ടേക്കോ, അതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളൊരു എന്ന തോട്ടിലെത്തിയിട്ട് ഞാനിപ്പോൾ ഈ പറയുമ്പോൾ. പക്ഷെ ഞാനിതിങ്ങനെ പറയാൻ കാരണം എനിക്ക് ഒരുപാട് പേരറിയാം, ഇതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് നന്നായിട്ട് അറിയാം. തടിയുടെ കാര്യം പറഞ്ഞ് കളിയാക്കിയിട്ടും അതുപോലെ തന്നെ അത് കേട്ട് സങ്കടപ്പെട്ട് കരയുന്ന ഒക്കെ ആളുകളെ. കാരണം ഞാനും എന്താ പറയുക, ആ ഒരു ടീമിൽ പെട്ട ആളായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ എന്താ പറയുക, ഈ കുഴപ്പമില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തിയത്. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ പോട്ടെ പുല്ല്, പോയി പണി നോക്കാൻ പറ. അവരുടെ ചെലവിലോ നല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ചെറിയ രീതിയിലെങ്കിലും പരിഹാരമാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ മേക്കപ്പിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഒന്നും ഞാൻ ചെയ്തില്ല. സ്ട്രോക്ക് ക്രീം ഇട്ടു, ഐബ്രോ ഫിൽ ചെയ്തു, കണ്ണ് എഴുതി കൊടുത്തു, അതേപോലെ ലിപ്സ്റ്റിക് ഇട്ടു, ഇപ്പം അതേ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നു. ഇത്ര മാത്രമേ കേട്ടോ ഞാൻ ചെയ്യുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്കിൽ. കാരണം എനിക്ക് വേഗം മൈൻഡപ്പ് ചെയ്യണം എന്നും പറഞ്ഞ് ഞാനിന്ന് കുറേ പറഞ്ഞ് മടുപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് തീർക്കാം എന്നുള്ള പ്ലാനിലാണ്. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നവരാത്രി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പലയിടത്തും ഭയങ്കര ആഘോഷമൊക്കെയാണ്. ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അമ്പലങ്ങളിലൊക്കെ നല്ല ലേറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കുട്ടികളുടെ ഡാൻസും പാട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡാൻസ് കാണാൻ ഇപ്പോഴൊന്നും നോക്കി നിന്ന് പോകും. കാരണം പണ്ട് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ഈ പരിപാടിയിലോട്ടൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് വന്നത്. ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആരോ ഒരാൾ കമൻറ്റിൽ വന്ന് ഡാൻസ് വീഡിയോ ഇടും. പക്ഷേ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല കേട്ടോ. വേറെ എന്തിനു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 100 ആളെ മുന്നിൽ നിർത്തിയിട്ട് ഒരു മൈക്കിൽ വന്നിട്ട് പ്രസംഗിച്ചോന്ന് പറയുമ്പോൾ ഞാൻ പ്രസംഗിക്കും, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഡാൻസ് കളിക്കാൻ കുഞ്ഞൊരു പേര്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏറ്റവും വരെ അടുത്തറിയുന്ന ആളുകളുടെ കളിയാക്കൽ ഭയങ്കരമായിട്ട് നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ചെറിയൊരു ടെൻഷനുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മുടി കെട്ടണ്ട് കേട്ടോ. അപ്പം മുടി കെട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണെന്നുള്ള എനിക്ക് പ്ലാനൊന്നും ഇല്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ മുടി സൈഡിൽ ഇതേ ഇങ്ങനെ വകച്ചിലെടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? സൈഡിൽ വച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റ് സൈഡിലാട്ടോ വച്ചിലെടുക്കാറ്, അല്ലെങ്കിൽ സെൻറ്റർ. ഈ 2 എണ്ണം മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒന്നാകെ ഒരുമിച്ചെടുത്തിട്ട് ഇങ്ങനെ മുടി കെട്ടലാണ് മിക്കവാറും ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം കൂടി എടുത്തിട്ടതേ ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഫ്രണ്ടിൽ ബ്രൈഡ് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ കാലമായിട്ടോ ഇങ്ങനെയൊക്കെ മുടി കെട്ടിയിട്ട്. ഈ കുറച്ച് എന്താ പറയുക, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളത് കൊണ്ട് തന്നെ ഈ ബ്യൂട്ടിയിലേക്കൊന്നും ഞാൻ അധികം പ്രത്യേകിച്ച് മുടിയിലേക്ക് തീരെ നോക്കാറില്ല. കാരണം എനിക്ക് മുടി ലെങ്ത് ഉള്ളത് കൊണ്ട് ഇതിന് പണിയെടുത്താൽ കുറേ നേരം പണിയെടുക്കേണ്ടി വരും. അതല്ല പെട്ടെന്ന് വലിച്ച് വാരി മുടഞ്ഞിട്ടാൽ പണി അതോടുകൂടി തീരും. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക, പണിയെടുക്കാതെ മുടിയിൽ പണിയിൽ വളരെ കുറച്ചുള്ളൂ ഞാൻ. ഓക്കെ,
ഓക്കെ, ഞാൻ ഇവിടെ ഈ സെൻട്രൽ പോർഷനിൽ ഇവിടെ നിന്നൊരു പീസ് ഇതേ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പിന്നെ മുടി ഇങ്ങനെ പെട്ടെന്ന് കെട്ടാവും. അതുകൊണ്ടാണ് മുടിയിലധികം താജ്മഹൽ പണിയാൻ ഞാൻ നിൽക്കാത്തത്. ഇത് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ ഇവിടെ നിന്നൊരു പീസ് തന്നെ പറയണേ, ഇതിന് ഒരു സ്ട്രാൻഡ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കേട്ടോ, പിന്നെ ദേ വീണ്ടും പക്ഷെ ഇത് അടി വരെ ഇങ്ങനെ എപ്പോഴും എടുക്കുന്നു, അപ്പം അടി വരെ ജട വേറെടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഓക്കെ, അടുത്തത് എൻ്റെ മുടിയിൽ 1-2 നരച്ച മുടികളുണ്ട്. കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഹെന്ന ചെയ്ത കാരണം അവിടെ അങ്ങനെ അധികം കാണുന്നില്ല. ഹെന്ന ചെയ്ത കാരണം അതങ്ങനെ നര എടുത്ത് കാണുന്നില്ല, പക്ഷെ അതൊരു മെറൂൺ കളറിലായിട്ടുണ്ട് ഇപ്പോൾ ഹെന്ന ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ ഹെന്ന ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴും ഓർമ്മ, ഹെന്ന ചെയ്യുമ്പോൾ ആയുർവേദിക് ഹെന്ന ഒന്ന് ചെയ്ത് നോക്കട്ടോ. അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഈ നെല്ലിക്കയുടെ പൊടി, അതുപോലെ ഭൃംഗരാജിൻ്റെ പൊടി, അങ്ങനത്തെ പൊടിയൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഹെന്ന ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ആയുർവേദിക് ഹെന്ന ചെയ്തത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ആയുർവേദിക് ഹെന്ന ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ആയുർവേദിക് ഹെന്ന ചെയ്യുന്നത് എൻ്റെ കല്യാണത്തിനാണ്. അതാ ചേച്ചി എനിക്ക് വീട്ടിൽ വന്നിട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ മാർച്ച് 28-നായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, കല്യാണം ഫിക്സ് ചെയ്യുന്നത്. അതായത് എല്ലാ വിശാഖ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ട് ഫിക്സ് ചെയ്യുന്നത് മാർച്ചിലായിരുന്നു, മാർച്ച് 28-ാം തീയതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് സെപ്റ്റംബർ അല്ല, ഓഗസ്റ്റ് 31-30 അങ്ങനെ എന്തോ ആണ്. അതുവരെ ആ ഒരു സമയത്ത് ഹെന്ന എൻ്റെ മുടിയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആയുർവേദിക് ഹെന്ന ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ദേ എൻ്റെ ബ്രൈഡിങ് കഴിഞ്ഞിട്ടുണ്ട്. മുടി ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്യാനൊരു കഴിവ് എനിക്കുള്ളൂ കേട്ടോ. മുഖത്താണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പങ്കെടുത്തിരുന്നു, പക്ഷെ മുടിയിൽ അധികം ഞാൻ നിന്ന് കഴിഞ്ഞാലേ മുടി പെട്ടെന്ന് ജടയോ, പിന്നെ അത് വൃത്തിയാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചെറിയ അതായത് വളരെ ചെറിയ പരിപാടികൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞാലോ, എൻ്റെ മുടി പെട്ടെന്ന് ജട പിടിക്കും. ഞാൻ ഈ സാധനങ്ങൾ തപ്പുന്നത് എനിക്ക് ഈ സ്ലൈഡും പിന്നെ എത്ര വെച്ചാലും കാണില്ല. ആരെങ്കിലും അങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ്. എത്ര സ്ലൈഡും ഞാൻ എടുത്ത് വാങ്ങി വെച്ചാലും ഈ 2 സാധനം കാണില്ല ഒരാവശ്യം നേരത്തെ തപ്പുമ്പോൾ. ഓക്കെ, കണ്ടോ, ഞാൻ ഇവിടെ മുടി ഇങ്ങനെ പിന്നി കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ചെയ്യണ്ടോ, ഈ സൈഡാണ് പ്ലെയിൻ ആയിട്ട് കിടന്നോട്ടെ കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഞാൻ മുന്നിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, പക്ഷെ അത് ഉള്ളിൽ പോയിട്ടുണ്ടാവും. വേണ്ട, വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും. ഇനിയൊരു പോർഷൻ കിട്ടുമോ നോക്കട്ടെ. ഇല്ല, ഓക്കെ, ഇതിവിടെ നിന്നോട്ടെ. ബാക്കിയുള്ളത് മൊത്തം നമ്മളിതേ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് നമുക്കൊന്ന് പിന്നി കൊടുക്കാം. കണ്ടോ, ജട പിടിക്കുന്ന നോക്കി. ഇത് കാരണമാണ് മുടിയിൽ അധികം ഞാൻ മെനക്കെടാത്തത്. പക്ഷെ മുടി ഞാൻ നമ്മുടെ വീഡിയോ എടുക്കൽ കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിച്ചിടും. കാരണം മുടിയിൽ നല്ല ഈർപ്പുണ്ട്. അത് അങ്ങനെ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് മുടി പൊട്ടിപ്പോവും. ഇങ്ങനെ നമ്മൾ ഉണങ്ങാതെ മുടി പരത്തിയിട്ട് അല്ലെങ്കിൽ ജട പിടിച്ചിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുടി നമ്മുടെ വീഡിയോ എടുക്കൽ കഴിഞ്ഞാൽ അഴിച്ചിടും. അല്ല, ഈ പിന്നി കിട്ടത് ഞാനത് അഴിച്ചിടും. ഭംഗി ഉണ്ടാവണം. ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പണിയെടുത്തത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനത്തെ ഒന്നും കെട്ടി ശീലമില്ല. ഒന്നാകെ എടുത്താൽ മുടി പിന്നിലുണ്ട് മുടഞ്ഞിടും. അതാണ് എൻ്റെ മെയിൻ ഹെയർ സ്റ്റൈല്. എല്ലാവരും എന്നോട് കാണുന്നവരൊക്കെ ചോദിക്കട്ടെ, എനിക്കൊന്ന് ഭംഗിയിൽ നടന്നൂടെ, നിനക്കൊന്ന് വൃത്തിയിൽ നടന്നൂടെ എന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയം അതുപോലെ തന്നെ കുറച്ച് അങ്ങനത്തെ പണികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അത്ര അധികം മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ നടക്കാറ്. അതന്നെ ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ നടന്നിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയതോടുകൂടി ഞാനതങ്ങനെ ഞങ്ങളുടെ അവസാനിപ്പിച്ചതാണ്. അപ്പോൾ നനഞ്ഞു നിൽക്കുന്ന കാരണം മുടി
അതിൻ്റെ ഒട്ടി കിടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത വിധത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇതേ അപ്പം നമ്മുടെ ഫൈനൽ ലുക്കിലേക്ക് നമ്മൾ കിടക്കുന്നത്. പിന്നെ എന്നോട് ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചേ, നീ സാരി മുടിയും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ചെരുപ്പ് എന്താ സ്റ്റൈൽ ചെയ്യാത്തത്? ചെരുപ്പ് താഴെ ഉണ്ട് കേട്ടോ. ചെരുപ്പ് ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഹീൽസ് ഉള്ള ചെരുപ്പ്, അത് ഒരു വെഡ്ജസ് ടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തതിൻ്റെ ക്രോക്സിൻ്റെ ചെരുപ്പ്, പിന്നെ 3-4 ഹീൽസിനായിരുന്നു. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുറേ ചെരുപ്പ് മേടിച്ച് ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചിരുന്നു, പക്ഷെ ഞാൻ നിർത്തിയതാണ്. ഒരു വേസ്റ്റ് ഓഫ് മണി ആയ കാരണം ഞാനത് നിർത്തിയതാണ്. പിന്നെ പറഞ്ഞ പോലെ തടി കൂടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ തടി കൂടാനുള്ള വേറൊരു കാരണം, ഒരു 6-7 മാസം ആക്സിഡൻറ്റ് പറ്റി കാലുമ്പോൾ പ്ലാസ്റ്റർ ഇട്ട് കിടന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം എനിക്ക് ഏത് ഹീൽസ് ഇടുമ്പോഴും ഒരു ചെറിയൊരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഹീൽസ് വാങ്ങാൻ നിർത്തിയത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വീട്ടിലകത്തല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഞാൻ ഫുൾ ഒരു സ്റ്റൈലിങ് വീഡിയോ അല്ല, നമ്മൾ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രസ്സിങ് മേക്കപ്പ് എന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ ചെരുപ്പ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ ഒരുപാട് ചെരുപ്പൊന്നുമില്ല, വളരെ കുറച്ച് ചെരുപ്പ് തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ സാധനം ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വളയൊന്നും ഇടുന്നില്ല, ഇന്നൊരു വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതൊരു സിൽവറിൻ്റെ വാച്ചാണ്, ഗ്രേ കളർ, ഒരു കോപ്പർ വിത്ത് സിൽവർ ആയിട്ടുള്ള ഒരു വാച്ചാണ്. അതിലൊരു ഗ്രീൻ ഡയലാണ് വരുന്നത്. നല്ല അടിപൊളി വാച്ചാണ്. ഓക്കെ, ഞാനത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് കമ്മലാണ്. കമ്മലും ഞാനിന്ന് വളരെ സിമ്പിളാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഷോർട്സിലും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു മംഗൾസൂത്ര. ഞാൻ താലി ഇടാറില്ല, വല്ലപ്പോഴും ഇന്നലെ കാണിച്ച പോലെ ഒക്കേഷണലി മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മംഗൾസൂത്ര തന്നെയാണ് ഇതിന് പെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ കമ്മൽ ഞാൻ ഇട്ടിട്ട് കാണാം. ഞാൻ ഈ ജുംക്കയാണ് ഈ ഡ്രസ്സിനോട് കൂടി പെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ജുംക്ക ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരുപാട് ജുംക്ക ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം ആ ജുംക്കയുടെ ഈ ഒരു സിൽവർ ബേസിൽ വരുന്ന ജുംക്കയുടെ കളക്ഷൻസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ 3rd ഡേയിലെ കളറായിട്ടുള്ള ഗ്രേ ആണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഞാൻ ഡിസ്ക്ലെയിമർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തുള്ള ഗ്രേ സാരി ആരോ കൊണ്ടുപോയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ സാരിയുടെ ഒരു ഓൾമോസ്റ്റ് എല്ലാ എന്താ പറയുക സൈഡിലും ഒരു ഗ്രേ ഫിനിഷാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഈ സാരി ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അടുത്ത കളറായിട്ട് അടുത്ത ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.